ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാട്ടോ. അപ്പോൾ രാവിലേക്ക് നമ്മൾ ചുവപ്പ് ചീരയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചീരകളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ മുളയ്ക്കുന്നതാണ്. ഇപ്പോൾ കണ്ടത് ഉള്ളിത്തടത്തിൽ നമ്മൾ മുളച്ചിട്ടുള്ളത് മുഴുവൻ ചീരത്തൈകളാണ് ചുവപ്പ് ചീര. ഇതൊന്ന് പറിച്ച് നടാറായി നമ്മൾ നടുട്ടോ. പിന്നെ ഈ നിൽക്കുന്നത് നമ്മുടെ പുതിയ കയ്പ്പക്കായ ഉണ്ടാവുന്ന കയ്പ്പക്കായാണ്. പിന്നെ നമുക്ക് വീട്ടിലേക്ക് അറിയാം നമ്മുടെ പൈനാപ്പിൾ ആവശ്യത്തിനുള്ളതൊക്കെ ഉണ്ടായി കിട്ടാറുണ്ട്. ഇപ്പോൾ എല്ലാ കടയും ഒരുവിധം പൈനാപ്പിളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ. പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ ഇടയിൽ കൂടെ കടന്നു വരുമ്പോൾ അറിയാലോ അവരുടെ കുറച്ച് സങ്കടങ്ങളും വിഷമങ്ങളും നമ്മുടെ കയ്യിലുള്ള ചീരയ്ക്ക് കിട്ടുകയാണെങ്കിൽ അതിനൊക്കെ ഒരു തീരുമാനമാക്കാമെന്ന് പറയണ പോലെ കുറേ കാര്യങ്ങളൊക്കെ എന്നോട് പറയും കേട്ടോ. അവരുടെ വർത്തമാനങ്ങൾ കേൾക്കാണ്ട് എനിക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല. അതിനുശേഷം ഞാൻ അവർക്ക് രാവിലെ കുറച്ച് പുല്ല് തിന്നാൻ കൊടുക്കാറുണ്ട്. കാരണം അവരുടെ വയറ്റിലുള്ള കേടുകളും വീരയുടെ ശല്യങ്ങളും ഒക്കെ മാറും. അപ്പോൾ ദിവസം ഈ ഒരു പുല്ല് തീറ്റ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് പതിവാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്കിന്ന് എൻ്റെ അനിയൻ്റെ വീട്ടിൽ പോകാനുണ്ട്. കാരണം എൻ്റെ കണ്ണൻകുട്ടിയുടെ പിറന്നാളാണ്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായിട്ടോ. കാരണം ഏറ്റവും ലാസ്റ്റ് വന്ന് ഞാൻ, അതുമാത്രമല്ല അത്യാവശ്യം വിശിഷ്ട അതിഥികളൊക്കെ പങ്കെടുക്കുന്ന ഒരു ബർത്ത്ഡേ ആയിരുന്നു. പക്ഷെ അവരെല്ലാവരും എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട വന്നു. കാരണം ഞാനാണ് കേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേക്ക് കിട്ടുന്ന നേരം വൈകിയത് കൊണ്ടാണ് കേട്ടോ ഞാൻ നേരം വൈകിയത്. പക്ഷേ അതിൻ്റെ ഇടയിൽ കുറേ വിഷമങ്ങളൊക്കെ എനിക്കുണ്ടായി. അതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്ന് എല്ലാവരും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും കൂടിയിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ നേരം വൈകി ചെന്നതിൽ. അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ ഞാൻ നമ്മുടെ വീഡിയോയിൽ ചാനലിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റെ വീട്ടിലെല്ലാവരും ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ, എൻ്റെ ഫാമിലിയിലുള്ളവരൊക്കെ. പിന്നെ ഇത് എൻ്റെ അമ്മയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിതാ വീട്ടിലെത്തി. അങ്ങനെ നമ്മുടെ ടൈസിനും പേളിക്കുട്ടി എല്ലാവരും ഉണ്ടായിരുന്നു. അംബ്രൂസയ്ക്കും അവർക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത് പിന്നെ നമ്മുടെ പറമ്പിലേക്ക് ഒന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ ചെണ്ടുമല്ലി ആണെങ്കിൽ മഴയ്ക്കും കൊണ്ടിട്ട് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു വടിക്കും കുത്തി കൊടുക്കാമെന്ന് വെച്ചിട്ടാട്ടോ ആദ്യം ചെയ്തത്. പിന്നെ നമുക്ക് നമ്മുടെ ഇഞ്ചി തടത്തിൻ്റെ ഇടയിൽ കുറച്ച് പുല്ലൊക്കെ മുളയ്ക്കുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല നല്ല വേപ്പൻ തൈകളും അതേപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് തൈകളൊക്കെ ഈ കിളികളൊക്കെ ഇങ്ങനെ വന്ന് കാഷ്ടിട്ടിട്ട് അതിൽ നിന്ന് നല്ല തൈകളൊക്കെ പുതിയ തൈകൾ കണ്ടു. ഇതൊക്കെ വേപ്പൻ തൈ അങ്ങനെ ഉണ്ടായിട്ടുള്ളത് കിളികളുടെ കാഷ്ടത്തിൽ നിന്ന്. അപ്പോൾ അങ്ങനെ അതൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ കുഞ്ഞു കൈക്കോട്ടും എൻ്റെ കൈയൊക്കെ ഉപയോഗിച്ച് നോക്കി എത്രയും പുല്ല് ഞാൻ വലിച്ചെടുത്തു കേട്ടോ. കുറേ പുല്ലുണ്ടായിരുന്നു. നിൽക്കുമ്പോൾ അത്രയും തോന്നിയിരുന്നില്ല, വലിച്ചു വന്നപ്പോൾ അത്രയും ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കൊള്ളിത്തറിക്ക് നടാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു വലിയൊരു വിശേഷം കൂടി എനിക്കുണ്ടായി. അല്ലെങ്കിൽ 45 വയസ്സിനുള്ളിൽ ഭയങ്കര അത്ഭുതകരമായി തോന്നിയത് നമ്മുടെ പ്രണവ് മോഹൻലാലിൻ്റെ സിനിമ ഇറങ്ങുന്ന ഫസ്റ്റ് ദിവസം തന്നെ പോയി കണ്ടു. പിന്നെ ഒരു ചായ